everyone, and I am welcoming you to another session of Teachers Academy. അപ്പോൾ ടീച്ചേഴ്സ് അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താണ്? സാമൂഹിക വികാസം അഥവാ സോഷ്യൽ ഡെവലപ്മെന്റ്. എന്താണ് സാമൂഹിക വികാസം അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? അപ്പം നമുക്കറിയാം, നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഒപ്പവും നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ ഒപ്പവും നമ്മുടെ വൈകാരികമായ വികാസത്തിന്റെ ഒപ്പവും കൂടെ തന്നെ വളർന്നു വരുന്ന ഒന്നാണ് നമ്മുടെ സാമൂഹിക വികാസം. ഈ സാമൂഹിക വികാസത്തെ പറ്റി പറയുന്നതിന് മുന്നേ നമ്മുടെ മനുഷ്യന്മാർ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന് സൊസൈറ്റി, സമൂഹത്തിലുള്ള സ്ഥാനം അല്ലെ, എവിടെയാണ് ഒരു മനുഷ്യൻ സമൂഹത്തിൽ കിടക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് അല്ലേ. നമ്മൾ സൊസൈറ്റിയുടെ വലിയൊരു പാർട്ടാണ് ഫാമിലി എന്ന് പറയുന്നത് ഇല്ലേ. കുടുംബമായിട്ടൊക്കെ ജീവിക്കുകയാണ്. പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാരോട് അല്ലെ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരോടൊക്കെ ഭയങ്കര സഹവർത്തിത്വത്തോടൊക്കെ പ്രവർത്തിച്ചാണ് നമ്മുടെ ജീവിതം എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് സാമൂഹിക മൂല്യങ്ങളുണ്ട്, പിന്നെയോ സാംസ്കാരിക മൂല്യങ്ങളുണ്ട്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ കൃത്യമായും പാലിക്കേണ്ട കുറച്ച് ധാർമ്മിക ബോധങ്ങളും ഉണ്ട്. അപ്പം മനുഷ്യനൊരു സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സിസ്റ്റം തന്നെയാണ്, ഒരു വ്യവസ്ഥ തന്നെയാണ് അവൻ്റെ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനും ഇമോഷണൽ ഡെവലപ്മെന്റിൻ്റെയും ഒപ്പം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വികാസ തലമാണ് നമ്മുടെ സാമൂഹിക വികാസം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സാമൂഹിക വികാസത്തെ പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ? നമുക്ക് നോക്കാം. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. സമൂഹത്തോടും വ്യക്തികളോടും ഇടപെട്ടുകൊണ്ടും സമൂഹത്തിന്റെ നിയമവ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വ്യക്തി പ്രാപ്തനാകുന്നതിനെ സാമൂഹ്യവൽക്കരണം അഥവാ സോഷ്യലൈസേഷൻ എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം, ഒരു സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട് അല്ലേ. നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ചു ബിഹേവിയറൽ പാറ്റേൺസ് ഇല്ലേ, സ്വഭാവ രീതികളുണ്ട്, നമ്മൾ പാലിക്കേണ്ട കുറച്ചു ഇപ്പോൾ ഡ്രസ്സിങ് ആയാലും നമ്മുടെ കൾച്ചർ ആയാലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ സോഷ്യൽ ഡെവലപ്മെന്റ് അഥവാ സാമൂഹിക വികാസം എന്ന് പറയുമ്പം അതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ടേം ആണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, സമൂഹത്തോടും നമ്മുടെ സൊസൈറ്റിയോടും വ്യക്തികളോടും ഇല്ലേ. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ കൂടാതെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ റിലേറ്റീവ്സും കൂടാതെ തന്നെ പുറത്തുള്ള കുറേ ആൾക്കാരുണ്ട്. ഇടപെട്ടുകൊണ്ടും അവരോടൊക്കെ വളരെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടും സമൂഹത്തിന്റെ നിയമവ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ടും നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് റൂൾസും റെഗുലേഷൻസും ഉണ്ട്, അതൊക്കെ പാലിച്ചുകൊണ്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നതിനെ സാമൂഹ്യവൽക്കരണം അഥവാ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ആ സമൂഹത്തിലെ ആ സമൂഹത്തിന്റെ ഒരു ഭാഗമായി നമ്മൾ ജീവിക്കാൻ പ്രാപ്തമാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സോഷ്യലൈസേഷൻ എന്ന് പറയാം. ഇപ്പം ഇതൊരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയല്ലേ. ഇപ്പൊ സമൂഹത്തിന്റെ തീരെ അംഗീകരിക്കാൻ പറ്റാത്ത കുറച്ച് ചട്ടക്കൂടുകളുണ്ട്, എന്നാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന നല്ല വശങ്ങളും ഉണ്ട്. അപ്പം ഇന്നത്തെ ഒരു കണ്ടംപററി റെലവൻസ് വെച്ച് നോക്കുമ്പം എന്താ പറയാ, ഈ സമൂഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ ഏരിയ അതല്ല, ഇന്നത്തെ കാര്യത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മൾ അതിൻ്റെ സൈക്കോളജിയാണ് നോക്കുന്നത് അല്ലേ. നോക്കൂ, സാമൂഹിക വികാസം. ഈ സാമൂഹിക വികാസത്തിൽ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ കൊടുത്ത ഒരു ജർമ്മൻ അമേരിക്കൻ സൈക്കോ അനലിസ്റ്റ് ആണ് എറിക് എറിക്സൺ എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? എറിക് എറിക്സൺ. 1956 എറിക് എറിക്സൺ സാമൂഹിക ജീവിതത്തിലെ മാനസിക പ്രതിസന്ധികൾ വിശദീകരിച്ചുകൊണ്ട് തൻ്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്തത്തിന് തുടക്കം കുറിച്ചു, അഥവാ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. അപ്പം എറിക് എറിക്സൺ പ്രൊപ്പൗണ്ട് ചെയ്ത അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ഇൻവെന്റ് ചെയ്ത ഒരു തിയറിയാണ് അല്ലെങ്കിൽ ഒരു സിദ്ധാന്തമാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. ഇനി മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ,
മനോസാമൂഹിക വികാസം. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ജനനം മുതൽ അവന്റെ മരണം വരെയുള്ള കാലഘട്ടത്തെ പ്രധാനമായിട്ടും 8 വികാസഘട്ടങ്ങളായിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ് ആ 8 വികാസഘട്ടങ്ങളെന്നും എന്തൊക്കെയാണ് ഓരോ ഘട്ടത്തിലും കുട്ടി നേരിടുന്ന അല്ലെങ്കിൽ കുട്ടി ആർജിച്ചെടുക്കുന്ന കാര്യങ്ങളെന്നും നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം. മനുഷ്യന്റെ സാമൂഹിക ജീവിതം 8 പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എറിക് എറിക്സൺ കണ്ടെത്തി. ഓരോ ഘട്ടത്തിലെയും പ്രതിസന്ധികളെ വിജയകരമായി അതിജീവിക്കാൻ സാധിച്ചാൽ, അപ്പോൾ ഓരോ ഘട്ടത്തിലും നമുക്ക് എന്ത് നേരിടേണ്ടി വരും? ഒരു ക്രൈസിസ് അല്ലെങ്കിൽ പ്രതിസന്ധി നേരിടേണ്ടി വരും. അതിനെ നമ്മൾ വിജയകരമായിട്ടാണ് നേരിടുന്നതെങ്കിൽ അതിനെ ധനാത്മകമായ സ്വാധീനങ്ങളായി ജീവിതം വരെ എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ക്രൈസിസിനെയും വളരെ എന്താ പറയുക വിജയകരമായിട്ട് നേരിടുമ്പം അത് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഗുണങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുക നൽകുക. എന്നാൽ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും നികത്താനാവാത്ത വൈകല്യങ്ങളായിട്ട് എന്ത് ചെയ്യും? നിലനിൽക്കും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഓരോ ഏജിലും നമ്മുടെ ഓരോ വികാസഘട്ടത്തിലും നമുക്ക് ഓരോ ക്രൈസിസ് നേരിടേണ്ടതായിട്ട് വരും. നമ്മൾ അതിനെ ഓവർകം ചെയ്തു, വളരെ നല്ല രീതിയിലാണ് ഓവർകം ചെയ്തതെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത് ഭയങ്കര മുതൽക്കൂട്ടായിരിക്കും. അതാണ് ധനാത്മകം, അതായത് പോസിറ്റീവ് എന്ന രീതിയിൽ നമുക്കൊരു അത്രയും മൂല്യമുള്ള ഒന്നായിരിക്കും. നമ്മുടെ ലൈഫിനെ എന്ത് ചെയ്യും? അത് പോസിറ്റീവായ രീതിയിൽ ചേഞ്ച് ചെയ്യും. എന്നാൽ മറിച്ചാണ് നമുക്ക് ആ പ്രശ്നത്തെ ഓവർകം ചെയ്യാൻ പറ്റിയില്ല, ആ ക്രൈസിസിനെ നമ്മൾ മറികടന്നില്ല, അപ്പം നമുക്ക് എന്ത് ചെയ്യും? അത് നെഗറ്റീവായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കിടക്കും. നമ്മുടെ പല നെഗറ്റീവ് വികാരങ്ങളും അല്ലെ നമ്മൾ ട്രോമ അങ്ങനെയൊക്കെ പറയാറില്ലേ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഭയം, അകാരണമായ ഭയം, അത്തരം കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. നോക്കൂ, മനഃശാസ്ത്രത്തിൽ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന പദം എറിക് എറിക്സണുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന വേർഡ് എവിടെ കണ്ടാലും അപ്പൊ ആരാലോചിക്കണം? എറിക് എറിക്സണ ഓർത്തു വെക്കണം. അപ്പം ഐഡന്റിറ്റി ക്രൈസിസ് എന്ന പദം മനഃശാസ്ത്രത്തിൽ കൊണ്ടുവന്നത് ആരാണ്? എറിക് എറിക്സൺ ആണ്. അപ്പൊ നമുക്ക് ഈ ഓരോ 8 ഘട്ടങ്ങളും, ഈ 8 ഘട്ടത്തിൽ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളും എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കിയാലോ? നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് വിശ്വാസം അഥവാ അവിശ്വാസം. ഇംഗ്ലീഷിൽ നമ്മൾ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയും. ഇപ്പൊ ഒരു ജനനം മുതൽ 1.5 വയസ്സ് വരെയാണ് അല്ലേ, 0 to 1.5. നോക്കൂ, ഒരു ജനനം മുതൽ 1.5 വയസ്സ് വരെയുള്ള ഒരു കുട്ടീൻ്റെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ ആ കുട്ടിയെ ഏറ്റവും സ്വാധീനിക്കുന്ന വ്യക്തി ആരാ? അതിൻ്റെ അമ്മയല്ലേ. അപ്പം ആ കുട്ടിക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള നീഡ്സ് എന്തൊക്കെയാ, ആവശ്യങ്ങൾ എന്തൊക്കെയാ? അതെ, ആ കുട്ടിക്ക് എന്ത് ചെയ്യണം? സ്നേഹം കിട്ടണം. സ്നേഹത്തിനുപരി ആ കുട്ടിക്ക് പാല് അല്ലെ, ഭക്ഷണം, ഫുഡ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്കാണ്. കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് മിൽക്കായിട്ട് കിട്ടണം. അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടണം, പിന്നെ അമ്മയിൽ നിന്ന് വാത്സല്യം കിട്ടണം, ഒരു കരുതൽ, ഇത്രയും കാര്യങ്ങൾ ആ കുട്ടിക്ക് വേണ്ടേ. അപ്പൊ പ്രധാനമായിട്ടും ജനനം മുതൽ ഒരു 1.5 വയസ്സ് വരെയുള്ള കുട്ടി ഡിപ്പെൻഡ് ചെയ്യുക ആരെയാണ്? ആ കുട്ടിയുടെ അമ്മയാണ്. അപ്പം ഇങ്ങനെ അമ്മയിൽ നിന്ന് സ്നേഹവും കരുതലും തനിക്ക് വിശക്കുമ്പോഴൊക്കെ പാലും അല്ലെങ്കിൽ ഫുഡും ഒക്കെ കിട്ടുകയാണെങ്കിൽ ആ കുട്ടിയിൽ എന്താണ് വളർന്നു വരിക? ആ ഒരു വിശ്വാസം എന്ന വികാരമാണ് ആ കുട്ടിയിൽ വളർന്നു വരിക. നോക്കൂ, കൃത്യതയോടെയും ചിട്ടയോടെയും കുഞ്ഞിനെ പരിപാലിക്കുകയും മുലയൂട്ടുകയും ചെയ്യുന്ന അമ്മയിൽ കുഞ്ഞ് എന്താർജിക്കുന്നു? വിശ്വാസം ആർജിക്കുന്നു. എന്നാൽ ചില കുട്ടികളുണ്ടാവും, ഇപ്പം അമ്മയിൽ നിന്ന് വേണ്ട കരുതലോ സ്നേഹമോ ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അമ്മ എന്ന വ്യക്തി അപ്പം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവണമെന്നില്ല, എന്നാൽ അത് കിട്ടാത്ത നിർഭാഗ്യവാന്മാരായ കുട്ടികളും ഉണ്ടാവും. അപ്പം അത്തരം കുട്ടികളിൽ അതിനെ സ്നേഹിക്കാനും പരിപാലിക്കാനും, ഇപ്പോൾ മദർ അല്ലെങ്കിൽ ഒരു മദർ ഫിഗർ പരിപാലിക്കാനും ഒന്നും ആൾക്കാരില്ലെങ്കിൽ അതിനെ ത്രൂ ഔട്ട് അവഗണനയാണ്, അതിൻ്റെ കൃത്യമായ പരിപാലനമോ പരിഗണനയോ കിട്ടുന്നില്ലെങ്കിൽ ആ കുട്ടിയിൽ ഏത് വികാരമാണ് വളർന്നു വരിക? അവിശ്വാസം അഥവാ മിസ്ട്രസ്റ്റ് ആണ് വളർന്നു വരിക. ആ കുട്ടിക്ക് ആരെയും എന്തുണ്ടാവില്ല? വിശ്വാസം ഉണ്ടാവില്ല. അത് ആ കുട്ടിയുടെ തെറ്റാണോ? ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടി ആരെയും വിശ്വസിക്കില്ല, അത് ആ കുട്ടിയുടെ തെറ്റാണോ? അല്ല. കുട്ടിയുടെ ജനനം മുതൽ 1.5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ആ കുട്ടിക്ക് കിട്ടേണ്ട പരിഗണനയോ സ്നേഹമോ അല്ലെങ്കിൽ ഭക്ഷണമോ കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ ആ കുട്ടിയിൽ എന്താണ് വളർന്നു വരിക?
അവിശ്വാസമാണ് വളർന്നു വരിക. നോക്കൂ, ആ വിശ്വാസം ക്രമേണ ഇതര വ്യക്തികളിലേക്ക് വ്യാപിച്ച് വ്യക്തിത്വത്തിന്റെ നിതാന്ത സ്വാധീനമായി പരിണമിക്കുന്നു. മറിച്ചാണെങ്കിൽ കുട്ടിയിൽ അവിശ്വാസം ജനിക്കാൻ കാരണമാകും. അപ്പം ഈ കറക്റ്റ് പരിപാലനവും സ്നേഹവും ഒക്കെ കിട്ടുന്ന കുട്ടിയിൽ എന്ത് വരും? അത് ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കും. പിന്നെ അമ്മയിൽ ട്രസ്റ്റ് ചെയ്യുന്ന ആ കുട്ടി, അമ്മയോട് കുട്ടിക്ക് തോന്നുന്ന വിശ്വാസം വീട്ടിലുള്ള മറ്റംഗങ്ങളോടും പിന്നെ പുറത്തുള്ള വ്യക്തികളിലും എന്ത് ചെയ്യാൻ തുടങ്ങും? കുട്ടി വിശ്വാസം അർപ്പിക്കാൻ വേണ്ടി തുടങ്ങും. എന്നാൽ മറിച്ചാണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്തില്ല? ആരെയും വിശ്വസിക്കില്ല. എന്ന് വെച്ച് ഈ പരിപാലനവും സ്നേഹവും കിട്ടുന്ന കുട്ടി എല്ലാവരെയും അങ്ങ് വിശ്വസിക്കുന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 2 ക്രൈസിസ് ആണ്. ഒന്ന് ട്രസ്റ്റും രണ്ടാമത്തത് മിസ്ട്രസ്റ്റും. അതാ ഒന്ന് വിശ്വാസം, രണ്ടാമത്തത് അവിശ്വാസം. ഇനി രണ്ടാമത്തെ ക്രൈസിസ് നോക്കൂ, സ്വാശ്രയത്വം വേഴ്സസ് ലജ്ജ, ലജ്ജയും സംശയവും. അതായത് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. നേരത്തെ നമ്മൾ 0 മുതൽ 1.5 വയസ്സ് വരെയുള്ള കുട്ടീൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ഏതാണ് ഏജ് ലിമിറ്റ് വരുന്നത്? 1.5 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടി. 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടി. പറയൂ, അപ്പൊ 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ഒരു കുട്ടി എന്തൊക്കെയാ ആ കുട്ടി ചെയ്യുക? അതെ, തന്റെ ചുറ്റുപാടുകളുമായി സ്വതന്ത്രമായി പ്രതികരിക്കാനും അഭിരമിക്കാനും അവസരം കിട്ടുന്ന കുട്ടി സ്വാശ്രയത്വം ആർജിക്കുന്നു. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഒരു 1.5, 2, 3 വയസ്സുള്ള കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങും? തന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യാൻ വേണ്ടി തുടങ്ങിയില്ലേ? ഇപ്പൊ ഫുഡ് സ്വയം കഴിക്കാൻ വേണ്ടി തുടങ്ങും. ഇപ്പൊ ഡ്രസ്സ്, വസ്ത്രം എന്ത് ചെയ്യും? സ്വന്തമായിട്ട് ധരിക്കാൻ വേണ്ടി കുട്ടി ശ്രമിക്കും. ഇപ്പൊ ഒരു ഷൂ ലേസ് കെട്ടുക, അപ്പൊ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുട്ടി ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും? ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പം ഇങ്ങനെയൊക്കെ കുട്ടി ചെയ്യുമ്പോൾ ഇപ്പൊ പ്രധാനമായിട്ടും ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ, തന്റെ വിസർജ്യത്തെ കുട്ടി എങ്ങനെയാണോ മാനേജ് ചെയ്യുന്നത് അതൊക്കെ ഇതിൽ പെടും. അപ്പൊ ഇങ്ങനെ ആ കുട്ടി ചെയ്യുമ്പോൾ നമ്മൾ ആ കുട്ടിക്ക് പ്രോത്സാഹനമാണ് കൊടുക്കുന്നതെങ്കിൽ, ഇല്ലേ, നമ്മൾ ആ കുട്ടിയെ എൻകറേജ് ചെയ്യണം. ആ കുട്ടീനെ അത് ഒറ്റയ്ക്ക് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? കുട്ടിയെ അനുവദിക്കുകയാണെങ്കിൽ കുട്ടിയിൽ ഓട്ടോണമി അഥവാ സ്വാശ്രയത്വം വരും. എന്നാൽ പരിസ്ഥിതി കുട്ടിക്ക് സ്വയം ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയാൽ, എന്നാൽ കുട്ടി ഒരു ഷൂ ലേസ് കെട്ടുമ്പോൾ അല്ലെങ്കിൽ കുട്ടി സ്വന്തമായിട്ടൊരു ടോയ്ലറ്റ് ട്രെയിനിങ് ട്രൈ ചെയ്യുമ്പോൾ, കുട്ടി സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ, കുട്ടി സ്വന്തമായിട്ട് വസ്ത്രം ധരിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ആ കുട്ടിയെ പ്രൊഹിബിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെ അത് ചെയ്യരുത്, അല്ലെ നമ്മൾ ചീത്ത പറയുക, ശാസിക്കുകയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കുട്ടിയിൽ അത് എന്താ ഉണ്ടാക്കുക? ലജ്ജ അഥവാ സംശയമാണ് ഉണ്ടാക്കുക. കുട്ടിയിൽ ലജ്ജ അഥവാ സംശയമാണ് ഉണ്ടാക്കുക. അപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ രണ്ടാമത്തേതാണ് സ്വാശ്രയത്വം, ലജ്ജയും സംശയവും. അതായത് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. അപ്പം നല്ല രീതിക്ക്, അതായത് കുട്ടി സ്വയം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെ നമ്മൾ പൂർണ്ണമായിട്ടും അനുവദിക്കുകയാണെങ്കിൽ കുട്ടിയിൽ ഓട്ടോണമി അഥവാ സ്വാശ്രയത്വവും. എന്നാൽ മറിച്ചാണെങ്കിൽ കുട്ടിയിൽ ഒരു ലജ്ജയും അതുപോലെ തന്നെ ഒരു ഡൗട്ട്, അപ്പോൾ ഒരു സ്വയം എന്താ പറയുക, ഒരു സംശയവും ഒക്കെ കുട്ടിയിൽ ജനിക്കാൻ വേണ്ടി കാരണമാവും. ഇനി മൂന്നാമത്തെ നോക്കൂ, മുൻകൈ എടുക്കൽ വേഴ്സസ് കുറ്റബോധം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. ഇപ്പൊ എന്താ ഇനീഷ്യേറ്റീവിൽ വരുന്നത് നോക്കാം. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടി, ഇല്ലേ, കുട്ടിയുടെ ചൈൽഡ്ഹുഡ് അല്ലേ. നോക്കൂ, കുട്ടി അറിവുകളും പരിചിതത്വവും നേടുന്നതോടൊപ്പം സ്വയം നിയന്ത്രിക്കാനും തന്നിഷ്ടത്തോടെ പ്രവർത്തിക്കാനും താല്പര്യം കാണിക്കുന്നു. അപ്പൊ ഈ ഒരു ഏജിൽ കുട്ടി എത്തുമ്പം കുട്ടി കാര്യങ്ങൾ എന്ത് ചെയ്യാനായിരിക്കും ഇഷ്ടപ്പെടുക? സ്വയം ചെയ്യാനായിരിക്കും ഇഷ്ടപ്പെടുക. അപ്പൊ എന്താ പറയാ, പെട്ടെന്ന് തന്നെ കുട്ടി ഇനീഷ്യേറ്റീവ് എടുക്കും. ഇപ്പൊ എന്ത് കാര്യങ്ങൾ വരുമ്പോഴും കുട്ടി അത് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു ത്വര കാണിക്കും. അപ്പൊ ആ ടൈമിൽ നമ്മൾ കുട്ടിയെ എൻകറേജ് ചെയ്യുകയാണെങ്കിൽ കുട്ടി വലുതാവുമ്പോൾ മീൻസ് ഒരു മുൻകൈ എടുക്കൽ, ഒരു ഇനീഷ്യേറ്റീവ് ആ കുട്ടിയിൽ ഉണ്ടാവും. കുട്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ട്രസ്റ്റ് ഒക്കെ വെച്ച് നമ്മളിങ്ങനെ എൻകറേജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടിയിൽ എന്ത് വളരും? ഇനീഷ്യേറ്റീവ് അഥവാ മുൻകൈ എടുക്കൽ വളരും. എന്നാൽ നോക്കൂ, അനുകൂലമായ പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ കുട്ടിയിൽ മുൻകൈ എടുക്കാനുള്ള ശേഷി വ്യക്തിത്വത്തിന്റെ ഭാഗമായി തീരും. എന്നാൽ തിരിച്ചാണ്, കുട്ടി എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അത് അങ്ങനെയല്ല, അത് ശരിയല്ല, നമ്മൾ കയറി ഇടപെടുകയാണ് ചെയ്യുന്നതെങ്കിൽ കുട്ടിയിൽ എന്താണ് വളരുക? ഗിൽട്ടാണ് വരിക. ഞാൻ എന്തോ തെറ്റ് ചെയ്തു, അല്ല ഞാൻ ചെയ്തത് ശരിയായില്ല, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു ഗിൽട്ട് അല്ലെങ്കിൽ കുറ്റബോധം ത്രൂ ഔട്ട് ആ കുട്ടിയെ എന്ത് ചെയ്യും? ഹോണ്ട് ചെയ്യും. അപ്പം ഈ കറക്റ്റ്
പരിഗണന കിട്ടുന്ന കുട്ടിയാണെങ്കിൽ വലുതാവുമ്പോൾ ആ കുട്ടിക്ക് സ്വന്തം കാര്യങ്ങൾ അല്ലെ ഒരു ജീവിതത്തിൽ ഒരു തീരുമാനം അങ്ങ് എടുക്കാൻ ഒരു ഇനീഷ്യേറ്റീവ് ആ കുട്ടി കാണിക്കും. എന്നാൽ മറിച്ചാണെങ്കിൽ കുട്ടിയിൽ ഗിൽട്ടാണ് വരിക. ഇപ്പോൾ എന്തൊരു കാര്യം വരുമ്പോൾ ഞാൻ ചെയ്താൽ ശരിയാവോ, ഞാൻ ചെയ്താൽ തെറ്റിപ്പോവോ എന്നൊരു കുറ്റബോധം ആ കുട്ടി എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും, ഹോണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇനി അടുത്തത് നോക്കൂ. അടുത്താണ് അധ്വാനം അഥവാ അപകർഷത എന്ന് വെച്ചാൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. നേരത്തെ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഏജ് ലിമിറ്റ് വരുന്നത് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ്. ഏതാണ് വരുന്നത്? 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് ഇവിടെ വരുന്നത്. നോക്കൂ, കുട്ടി നിത്യജീവിതത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ സ്വയം ചെയ്യാനും പരസഹായം ഒഴിവാക്കാനും ശ്രമിക്കുന്ന ഒരു ഘട്ടമാണിത്. അതെ, നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ തന്നെ ഹാർഡ് വർക്ക് ഇട്ട് ഇല്ലേ നമ്മൾ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇപ്പോൾ 6 to 12 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ അങ്ങ് കയറിയ ഒരു സമയം ഇല്ലേ, നമ്മളൊരു LP കുറച്ചൊരു UPൻ്റെ ഒക്കെ ഒരു ഏജ് ഇതിനകത്ത് വരും. അപ്പോൾ നമ്മളെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, സ്വന്തം ചെയ്യുന്നു. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ കുറച്ച് ഹാർഡ് വർക്ക് ഇട്ട് നമ്മൾ തന്നെ അത് സ്വയം ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമ്മൾ സ്വയം സോൾവ് ചെയ്യുന്നു. ഇപ്പോൾ സ്കൂളിലെ കുഞ്ഞു വഴക്കുകളൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, പാരൻസിൻ്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാണ്ട്, ടീച്ചേഴ്സിൻ്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാണ്ട് നമ്മൾ തന്നെ അത് എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യും, സ്വയം ചെയ്യും. അപ്പം ആ കുട്ടിക്ക് എന്താണ് വേണ്ടത്? അങ്ങനെ പോകുന്നൊരു കുട്ടിയിൽ ഇൻഡസ്ട്രി അഥവാ അധ്വാനം എന്നൊരു കാര്യം രൂപപ്പെടും. ഉത്സാഹിച്ചും അധ്വാനിച്ചും ഈ കഴിവുകൾ നേടാനുള്ള പ്രവണത കുട്ടി പ്രകടിപ്പിക്കും. അപ്പം കുട്ടി എന്തായിരിക്കും, ഭയങ്കര എനർജറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, കുട്ടി വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കും അല്ലെ. തൻ്റെ കാര്യങ്ങളൊക്കെ സ്വയം റെഡിയാക്കാൻ കുട്ടി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സാധനം ഈ കുട്ടിയിൽ വളർന്നു വരും. എന്നാൽ വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം ലഭിച്ചാൽ അധ്വാനശീലം കുട്ടിയുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാകും. അപ്പം ഇത്തരം ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്ന കുട്ടിയെ നമ്മൾ വേണ്ട രീതിയിൽ ഇപ്പോൾ വീട്ടിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും രക്ഷിതാക്കളും അധ്യാപകരും പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ കുട്ടിയിൽ ഭാവിയിൽ ഒരു അധ്വാനശീലം വളർന്നു വരും. അല്ലെ, ഞാൻ അധ്വാനിച്ചാൽ, ഞാൻ ഹാർഡ് വർക്ക് ഇട്ടാൽ എനിക്കത് ലഭിക്കും, അല്ലെങ്കിൽ ഇതെനിക്ക് ഈ രീതിയിൽ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളെ എഫേർട്ട് മാറ്റേഴ്സ് എന്നൊരു കാര്യം കുട്ടിയിലേക്ക് വരും. എന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അനാവശ്യമായിട്ട് രക്ഷിതാക്കളും അല്ലെങ്കിൽ അധ്യാപകരോ മറ്റുള്ളവരോ ഇടപെടുകയാണെങ്കിൽ കുട്ടിയിൽ അപകർഷത അഥവാ ഇൻഫീരിയോറിറ്റി, അല്ലെ നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരില്ലേ, താൻ ചെറുതാണ് അല്ലെങ്കിൽ ഞാൻ അത്ര പോരാ എന്നൊരു ചിന്ത കുട്ടിയിൽ വളർന്നു വരാൻ കാരണമാകും. അപ്പം ഈ ഒരു ഏജിലുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, സ്വതന്ത്രമായിട്ട് അപ്പം ലിമിറ്റ് വെക്കണം. അതായത് കുട്ടിയെ പൂർണ്ണമായിട്ടും പോസിറ്റീവായിട്ടുള്ള ലിമിറ്റ് നമുക്ക് വെക്കാം. എന്നാൽ കുട്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കുട്ടിക്ക് പ്രോത്സാഹനം കൊടുക്കുക. അങ്ങനത്തെ കുട്ടികളിൽ ലീഡർഷിപ്പും അധ്വാനിച്ചാൽ എന്തും എനിക്ക് നേടാൻ പറ്റും എന്നുള്ളൊരു മനോഭാവവും കുട്ടിയിലുണ്ടാവും. എന്നാൽ മറിച്ചാണെങ്കിൽ കുട്ടിയിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരിക്കും. എന്തിലും നമ്മൾ കയറി ലിമിറ്റ് വെക്കുകയും ഇടപെടുകയും ചെയ്താൽ ആ കുട്ടിയിൽ ഒരു ഇൻഫീരിയോറിറ്റി ആയിരിക്കും വളർന്നു വരിക. അപ്പം അല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ കുട്ടി അപകർഷതയായിരിക്കും ഉണ്ടാവുക. ഇനി അടുത്ത സ്റ്റേജ് നോക്കൂ, വ്യക്തിത്വ സ്ഥാപനവും വ്യക്തിത്വ സ്ഥാപന പ്രതിസന്ധിയും. അതായത് ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി ക്രൈസിസ്. 12 മുതൽ 18 വയസ്സ് വരെയാണ്. എന്താ ഈ ഏജിന്റെ പ്രത്യേകത? ഐഡന്റിറ്റി ക്രൈസിസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൗമാര കാലഘട്ടം അല്ലെങ്കിൽ അഡോളസൻ പീരീഡ് ആണല്ലേ ഇത്. അപ്പോൾ ഈ ഒരു 12 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടി എന്ന് പറയുന്നത് കുട്ടിയുടെ ഇമോഷണലി ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഔട്ട് പോർ ആയിട്ടുള്ള ഒരു ടൈമാണിത്. ഇപ്പോൾ ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ ബേസ്റ്റ് ചെയ്യുന്ന, അതായത് കുറേ ഒന്നും കുട്ടിയുടെ കയ്യിലല്ല. ഇപ്പോൾ ബയോളജിക്കലി ആയാലും ഇമോഷണലി ആയാലും റാപ്പിഡ് ചേഞ്ച്, ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ വരുന്ന ഒരു ഘട്ടമാണ് ഈ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. കുട്ടിക്ക് തന്നെ തൻ്റെ ആ ഒരു എനർജിയെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ഘട്ടം. ഈ ഒരു ഘട്ടത്തിൽ കുട്ടിയിൽ വരാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ? ഒന്ന്, വ്യക്തിത്വ സ്ഥാപനം അഥവാ ഐഡന്റിറ്റി. കുട്ടിയുടെ ഐഡന്റിറ്റി ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പൊ എൻ്റെ ഒരു ഐഡന്റിറ്റി, ഞാൻ എൻ്റെ ഒരു ഐഡന്റിറ്റി ഫോം ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഇനി മറിച്ചാണെങ്കിലോ വ്യക്തിത്വ സ്ഥാപന പ്രതിസന്ധി. മറിച്ചാണെങ്കിൽ കുട്ടിയിൽ ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ഉണ്ടാവുക. ഇപ്പം ഞാൻ ആരാണ്, ഈ സൊസൈറ്റിയിൽ എൻ്റെ റോൾ എന്താണ്, ഈ ഫാമിലിയിൽ എൻ്റെ റോൾ എന്താണ്, ഞാൻ ഭാവിയിൽ എന്താവും തുടങ്ങി ഞാൻ എന്ന ഒരു ചോദ്യചിഹ്നമായിട്ട് എന്ത് ചെയ്യും കുട്ടിയുടെ മുന്നിൽ നിൽക്കും. നോക്കൂ, സമൂഹത്തിലുള്ള തൻ്റെ പങ്ക് നിർണ്ണയിക്കുന്ന കാലമാണിത്. ഒരു സോഷ്യൽ ബീയിങ്, സാമൂഹിക ജീവി എന്ന നിലയിൽ സമൂഹത്തിൽ ഞാൻ ആരാണ്, എൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, സമൂഹത്തിൽ എൻ്റെ സ്ഥാനം എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നിലനിൽക്കുന്നത് അല്ലേ. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്.
നമ്മൾ കൾച്ചറലി സാംസ്കാരികമായി ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം സമൂഹത്തിലുള്ള തൻ്റെ പങ്ക് നിർണയിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നല്ല മാതൃകകൾ പിന്തുടർന്ന് സുനിശ്ചിതമായ ഒരു കാഴ്ചപ്പാട് ജീവിതത്തിൽ രൂപീകരിച്ചാൽ കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തിത്വ സ്ഥാപനം സാധ്യമാണ്. എങ്ങനെയാണ് നമുക്ക് ഇവിടെ ഒരു ഐഡന്റിറ്റി ഫോം ചെയ്യാൻ പറ്റുക? ഒരു നല്ലൊരു മാതൃക, നല്ലൊരു റോൾ മോഡൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടുവെക്കണം. എന്നിട്ടോ തുടർന്ന് സുനിശ്ചിതമായ ഒരു കാഴ്ചപ്പാട് ജീവിതത്തിൽ രൂപീകരിക്കണം. നമുക്കൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവണം. നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നതിൽ നമുക്ക് നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാവണം. അപ്പം നമ്മൾ നല്ല റോൾ മോഡൽസിനെ എടുക്കണം. നല്ലൊരു കാഴ്ചപ്പാട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നമുക്ക് എന്ത് വരും? ഒരു വ്യക്തിത്വ സ്ഥാപനം വരും. നമ്മളൊരു ഐഡന്റിറ്റി ഉള്ള പേഴ്സൺ ആയിട്ട് മാറും. ഇപ്പം നമുക്കറിയാം, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇല്ലേ? അപ്പം ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം എന്ന് പറയില്ലേ? ഇനി ഈ ഐഡന്റിറ്റി ഇല്ലാത്ത ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ എന്നാൽ ഇത്തരം സാഹചര്യങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല. മറിച്ചാണെങ്കിൽ അവർക്ക് എന്താ വരിക? ഐഡന്റിറ്റി ക്രൈസിസ് ആണ് വരിക. സമൂഹത്തിൽ തൻ്റെ റോൾ എന്താണെന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. കുട്ടിക്കൊരു നല്ലൊരു റോൾ മോഡൽ ഇല്ല, ഒരു കറക്റ്റ് പേഴ്സ്പെക്റ്റീവ് ഇല്ല. അപ്പം ഒന്നും ഇല്ലെങ്കിൽ ആ കുട്ടിയിൽ എന്താണ് വരിക? ഐഡന്റിറ്റി ക്രൈസിസ് ആണ് വരിക. അപ്പം ഞാൻ എന്ത്, സമൂഹത്തിൽ എൻ്റെ റോൾ എന്ത്, എനിക്ക് ഭാവിയിൽ എന്താവണം, എൻ്റെ ക്യാരക്ടർ എന്ത് തുടങ്ങിയ കാര്യങ്ങളൊന്നും കുട്ടിയിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ, കുട്ടിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കുട്ടിയിൽ ഐഡന്റിറ്റി ക്രൈസിസ് അഥവാ വ്യക്തിത്വ സ്ഥാപന പ്രതിസന്ധിയാണ് ഉണ്ടാവുക. മെയിനായിട്ടും അഡോളസെന്റിലുള്ള കുട്ടികളാണ് ഇത് ഫേസ് ചെയ്യുക. അപ്പം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി ക്രൈസിസിലൂടെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? കടന്നു പോയിട്ടുണ്ടാവും. ഇനി അടുത്ത് നോക്കൂ, ഗാഢബന്ധം വേഴ്സസ് ഏകാന്തത എന്ന് വെച്ചാൽ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഒരു 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ, അതെ, നമ്മുടെ മാരേജ്, നമ്മുടെ ലവ് അഫെയർസ്, ഫാമിലി ആയിട്ടുള്ള നമ്മുടെ ബന്ധം. അപ്പം നമ്മൾ ഇതിനു മുന്നേ നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ നമ്മളെ തന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വിവാഹം പോലുള്ള ബന്ധങ്ങളിലേക്ക് പോകും. ജീവിത പങ്കാളിയിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഗാഢമായ സ്നേഹബന്ധങ്ങൾ ആവശ്യമായ ഘട്ടമാണിത്, അല്ലേ? ഇപ്പൊ 18, 19, 20 എന്നൊക്കെ പറയുന്നത് നല്ല ഫ്രണ്ട്സും അതുപോലെ തന്നെ നല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പം മാതാപിതാക്കളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പറ്റുന്നതിലപ്പുറം നമ്മുടെ സമപ്രായക്കാരോട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മളും അവരും ഷെയർ ചെയ്യുന്നത് ഒരു സെയിം വൈകാരിക മണ്ഡലമാണെന്നൊക്കെ പറയാം. അപ്പം നല്ല കുറച്ച് സുഹൃത്തുക്കളും പിന്നെ നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ പാർട്ട്ണർ ആരാണോ അവരിൽ നിന്നൊക്കെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്നേഹം, ഇല്ലേ, ശക്തമായിട്ടുള്ള ഒരു സ്നേഹം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കിട്ടേണ്ടതുണ്ട്. നോക്കൂ, അങ്ങനെ ഒരു ഗാഢമായ സൗഹൃദം ആരുമായും സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കുട്ടിക്ക് ഏകാന്തത അനുഭവപ്പെടും. എന്നാൽ ചില കുട്ടികളെ നമുക്ക് കാണാൻ വേണ്ടി ശ്രദ്ധിക്കും, അവർ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്ന കാണാം. ഇപ്പം തൻ്റെ പങ്കാളിയിൽ നിന്ന് വലിയ ഗാഢമായ സ്നേഹമൊന്നും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ തൻ്റെ ഫ്രണ്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്സും അതുപോലെ തന്നെയാണ്. ഇപ്പം ഒരു എന്താ പറയുക, ഒരു ദൃഢമായിട്ടുള്ള ഒരു സ്നേഹം അവരിൽ നിന്നും കിട്ടുന്നില്ല എങ്കിൽ ആ കുട്ടിയിൽ എന്താണ് ഉണ്ടാവുക? ഐസൊലേഷൻ അഥവാ ഏകാന്തതയാണ് ആ കുട്ടിക്ക് ഉണ്ടാവുക. ആ കുട്ടി നമുക്ക് നോക്കിയാൽ കാണാം ഇങ്ങനെ ആരുമായിട്ടും കൂടാണ്ട് എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ട് കാണാം. മുൻഘട്ടങ്ങളിലെ അനുഭവങ്ങളുടെ പ്രതിഫലനം ഈ ഘട്ടത്തിൽ കാണപ്പെടുന്നു. അതെ, മുൻഘട്ടങ്ങളിലെ ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി ക്രൈസിസ് ഒക്കെ പറഞ്ഞില്ലേ? ഇപ്പോൾ ഒരു കറക്റ്റ് ഐഡന്റിറ്റി ഉണ്ടാക്കിയ ഒരു കുട്ടിയാണെങ്കിൽ തൻ്റെ സെയിം ടേസ്റ്റ് ഉള്ള, തൻ്റെ സെയിം പേഴ്സ്പെക്റ്റീവ് ഉള്ള ഒരു പാർട്ട്ണറെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയോ ഒക്കെ കണ്ടെത്തി എന്ത് ചെയ്യും? ആ വഴിക്ക് പോകും. എന്നാൽ മുൻഘട്ടങ്ങളിൽ ഒരു പ്രശ്നം സംഭവിച്ചു, അതിനെ കറക്റ്റ് ഓവർകം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആ കുട്ടിയിൽ എന്തിനുള്ള സാധ്യത കൂടുതലാണ്? ഐസൊലേഷൻ അല്ലെങ്കിൽ ഏകാന്തതയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ഡിപ്രഷനൊക്കെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കും. ഇനി ഏഴാമത്തതാണ് ഉൽപാദനക്ഷമത വേഴ്സസ് നിശ്ചലത. നോക്കൂ, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. സ്റ്റാഗ്നേഷൻ എന്ന് വെച്ചിങ്ങനെ സ്റ്റോപ്പ് ആവുക. ഏതാണ്ട് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയാണ് ഈ ഒരു കാലഘട്ടം വരിക. എന്താ സംഭവിക്കുക? വ്യക്തിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഉൽപാദനക്ഷമവും സർഗാത്മകവുമായിരിക്കും. തൻ്റെ ജീവിത നേട്ടങ്ങളെ വിലയിരുത്തുന്ന ഘട്ടമാണിത്. അതൊരു 35 വയസ്സൊക്കെ എത്തുമ്പം ആള് കൂടുതൽ
എന്താ പറയാ, സർഗാത്മകത ഉള്ള ആളാവുകയും ഇപ്പൊ ക്രിയേറ്റിവിറ്റി ഒക്കെ ഉള്ള ആളാവുകയും ഉൽപാദനക്ഷമത, പുതിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ, ഉണ്ടാക്കാനും ഒക്കെ ഉള്ള നേട്ടങ്ങള് എന്ത് ചെയ്യും, ഈ ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തും. ഞാൻ എന്തൊക്കെ നേടി, ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തു, ഇനി എനിക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തില്ല തുടങ്ങിയ ഒരു വിലയിരുത്തൽ ഈ ഒരു ഘട്ടത്തിലാണ് നടക്കുക. നേട്ടങ്ങളുടെ പട്ടിക കാര്യക്ഷമത വർദ്ധിപ്പിക്കും. അതെ, നമുക്ക് കിട്ടിയ കാര്യങ്ങൾ, ഞാൻ ഇത് അച്ചീവ് ചെയ്തു, ഞാൻ അത് അച്ചീവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കാര്യക്ഷമത, ഒരു ചുറുചുറുക്ക് എന്ത് ചെയ്യും, കൂടും. ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു സംഭവം നമുക്ക് കൂടും. എന്നാൽ നേട്ടങ്ങൾ ശൂന്യമാണെങ്കിൽ, അതെ ഞാൻ ഒന്നും നേടിയില്ല, ഇപ്പോൾ ഒരു 35 വയസ്സെത്തിയിട്ടും അപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു എഡ്യൂക്കേഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണറെ കിട്ടിയില്ല, നല്ലൊരു ഫ്രണ്ട്സ് കിട്ടിയില്ല, നല്ലൊരു ഫാമിലിനെ കിട്ടിയില്ല, നല്ലൊരു സൊസൈറ്റി അല്ല എൻ്റെത് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ആ വ്യക്തി സ്റ്റോപ്പ് ആവും. കാരണം 35 വയസ്സെത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തനിക്ക് നേട്ടങ്ങളൊന്നുമില്ല എങ്കിൽ ആ വ്യക്തിയിൽ എന്താ ഉണ്ടാവുക, ഒരു നിശ്ചലതയാണ് ഉണ്ടാവുക. ഇനി മുന്നോട്ട് എന്ത്, ഇതുവരെ ഒന്നും കിട്ടിയില്ല, ജീവിതത്തിൻ്റെ പകുതി കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് ഹാഫ് അല്ലേ. അപ്പം എന്തെന്ന് പറയുന്ന ഒരു നിശ്ചലത, ഒരു ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും അവിടെ ആ വ്യക്തിക്ക് ഉണ്ടാവുക. അപ്പം വ്യക്തിയുടെ മുന്നോട്ടുള്ള ജീവിതം ഒരു സ്റ്റക്കായിരിക്കും, അത്ര സ്മൂത്ത് ആയിരിക്കില്ല എന്നർത്ഥം. ഇതാണ് ഉൽപാദനക്ഷമത വേഴ്സസ് നിശ്ചലത, അതായത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. ഏതാണ്ട് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ഘട്ടത്തിലാണ് ഇത് വരിക. മുൻഘട്ടങ്ങളിലുള്ള തൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കുക, ഈ ഒരു ഘട്ടത്തെ എന്ത് ചെയ്യും, സ്വാധീനിക്കും. അപ്പം നമ്മൾ ഒരുപാട് നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ കാര്യക്ഷമമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും, സ്മൂത്ത് ആയിരിക്കും നമ്മളെ മുന്നോട്ടുള്ള വേ. മറിച്ചാണെങ്കിൽ എന്തായിരിക്കും, അവിടെ ഒരു സ്റ്റോപ്പ് ആയിരിക്കും. ഇനി ഫൈനലാണ് അഹമാർജവം വേഴ്സസ് നിരാശ, ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ. ഒരു 60 വയസ്സിന് മുകളിലാണ് എന്ത് വരിക, ഈ ഒരു ക്രൈസിസ് നമ്മളെ ജീവിതത്തിലേക്ക് വരിക. നോക്കൂ, അഹമാർജവം അഥവാ ഈഗോ ഇൻറ്റഗ്രിറ്റി മുൻഘട്ടങ്ങളിലൊക്കെയുള്ള പ്രതിസന്ധികളുടെ വിജയപ്രദമായ പരസമാപ്തി ജീവിത സംതൃപ്തിക്ക് കാരണമാകും. അതെ, നമ്മൾ 7ഓളം ഘട്ടങ്ങൾ ഇല്ലേ, ഐഡന്റിറ്റി ക്രൈസിസുകൾ മുന്നേ ഡിസ്കസ് ചെയ്തു. ഈ 7 ക്രൈസിസുകളും വളരെ നല്ല രീതിയിലാണ് നമ്മൾ ഓവർകം ചെയ്തതെങ്കിൽ നമുക്ക് എന്ത് വരും, ഒരു ജീവിത സംതൃപ്തി. ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയോ നേടി എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. നേടാവുന്നതെല്ലാം നേടി എന്ന് സ്വയം ബോധ്യപ്പെടുന്നത് ഈ ഘട്ടത്തിലാണ്. അതേ, ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ ഇപ്പം മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും വളരെ വീക്കാവുന്ന ഒരു ഘട്ടമാണ് ഇല്ലേ. നമുക്കിനിയിപ്പം നമ്മുടെ ഒരു ഫിസിക്കൽ വർക്ക് വഴി എന്തെങ്കിലും ഏൺ ചെയ്യാനോ ഒന്നും നമുക്കിനി പറ്റില്ല, ഒരാളുടെ ഹെൽപ്പ് കൂടെ വേണ്ട ഒരു ഘട്ടമാണ്. അപ്പം നമ്മൾ ആ ഒരു ഘട്ടത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ, പുറകോട്ട് ചിന്തിക്കുമ്പോൾ, അത് എല്ലാ ക്രൈസിസുകളും ഞാൻ ഓവർകം ചെയ്തു, എനിക്കെല്ലാം കിട്ടി എന്നുള്ളൊരു ആശ്വാസം ആ ഒരു പ്രായമായ വ്യക്തിയിൽ എന്ത് ചെയ്യും, വരും. അതെ, ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയോ നേടി, ഇതുവരെ 60 വയസ്സ് വരെ ജീവിച്ചു, ഞാൻ ഭയങ്കര സന്തോഷത്തോടെ തന്നെയാണ് ജീവിക്കുന്നത് അല്ലേ, ഒരു സംതൃപ്തി വരും. എല്ലാം ഹാപ്പി മൂമെന്റ്സ് ആയിരിക്കണം എന്നില്ല, നമ്മൾ ബാഡ് മൂമെന്റ്സ് ഉണ്ടാവും, നമ്മൾ അതിനെ ഓവർകം ചെയ്ത് നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്നൊരു 60 വയസ്സിലൊന്ന് ചിന്തിക്കുന്ന ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള വ്യക്തിയിൽ എന്താ ഉണ്ടാവുക, ഒരു സംതൃപ്തി ഇല്ലേ, എന്തായാലും ജീവിതം അവസാനിക്കാനായി, എന്നാലും എൻ്റെ ജീവിതം ഞാൻ ആ ഫുള്ളസ്റ്റിൽ തന്നെ ജീവിച്ചു എന്നുള്ളൊരു സംതൃപ്തി അത് അയാൾക്ക് വരും. എന്നാൽ തിരിച്ചാണെങ്കിൽ തൻ്റെ 60 വയസ്സിലും തനിക്കൊന്നും കിട്ടിയില്ല, ഇപ്പം പാർട്ട്ണർ ആയാലും ഫാമിലി ആയാലും ജോബ് ആയാലും ലവ് ആയാലും സൊസൈറ്റി ആയാലും ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാളിൽ എന്തേ വരൂ, അയാളിൽ നിരാശയായിരിക്കൂലേ വരൂ. നിരാശയും അതുപോലെ തന്നെ അതൃപ്തിയുമായിരിക്കും. തൻ്റെ ജീവിതത്തോട് എന്താ ഭയങ്കര നിരാശയും, എന്നാൽ അയാൾ ഒട്ടും തന്നെ തൃപ്തനുമായിരിക്കില്ല, ഭയങ്കര അതൃപ്തിയുമായിരിക്കും. ഈ ജീവിതം കൊണ്ട് എന്ത് കാര്യം, ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും അവർക്കുണ്ടാവുക. അപ്പം ഇങ്ങനെ 8 ഘട്ടങ്ങളാണ് എറിക് എറിക്സൺ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കൂ, എറിക്സണും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ജോആൻ എറിക്സണും മനുഷ്യ ജീവിതത്തിൽ ഒരു 9ാമത്തെ ഘട്ടത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അപ്പം എറിക്സണും അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ജോആൻ എറിക്സണും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 9ാമത്തെ ഘട്ടം, ഒരു 9th സ്റ്റേജ് കൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു 9th സ്റ്റേജിനെ അദ്ദേഹം വിളിച്ചത് ഈഗോ ട്രാൻസെൻഡൻസ്. എന്താ വിളിച്ചത്, ഈഗോ ട്രാൻസെൻഡൻസ് എന്നാണ് വിളിച്ചത്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ. നമ്മളിവിടെ എന്ത് ചെയ്തു, 8 ഘട്ടങ്ങളിലെയും നമ്മളെ ക്രൈസിസ് പറഞ്ഞു അല്ലേ, ദിസ് വേഴ്സസ് ദാറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ആ കുട്ടി അത്
വിജയകരമായി ഓവർകം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് ഉണ്ടാവുക എന്നും, എന്നാൽ മറിച്ചാണെങ്കിൽ ആ കുട്ടിയെ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 8 ഘട്ടങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇങ്ങനെ ആയതിൽ നമ്മുടെ ക്യാരക്ടറിൽ നമുക്ക് ചില കാര്യങ്ങളോട് പെട്ടെന്ന് ഒരു ഫിയർ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാണ്ട് നമ്മൾ ഒരാളെയും വിശ്വസിക്കാണ്ടാവുന്നത്. അപ്പം നമുക്ക് ഓരോരോ വ്യക്തികളുടെയും ക്യാരക്ടർ എടുത്ത് നോക്കിയാൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ എന്തിൻ്റെ ഫലമാണ്? അവരതൊരു നാളെ കൊണ്ട് മാറ്റാൻ പറ്റുന്നതൊന്നുമല്ല. അവരതുവരെ ജീവിച്ച അവരുടെ ജീവിത ഘട്ടങ്ങളിലൂടെ പോകുമ്പം അവർ പാസ് ചെയ്ത ക്രൈസിസുകളാണ് അവരെന്ത് ചെയ്യുന്നത്, അതാക്കി മാറ്റുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒരു ടേബിൾ ഉണ്ട്, നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യാം. ആദ്യത്തേതാണ് ഏതാ? വിശ്വാസം വേഴ്സസ് അവിശ്വാസം, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഏതാണ് ഏജ്? 0 to 1.5, 0 മുതൽ 1.5 വയസ്സ്, ജനനം മുതൽ ആ കുട്ടീൻ്റെ ഒരു 1.5 വയസ്സ് വരെ. കുട്ടിയിൽ എന്ത് ഗുണം ഉണ്ടാവുക? ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പാണ് ആ കുട്ടിക്ക് ഉണ്ടാവുക. ആരായിരിക്കും ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആള്? ആ കുട്ടിയുടെ അമ്മയല്ലേ. 0 മുതൽ 1.5 വയസ്സ് വരെയുള്ള കുട്ടിക്ക് കുട്ടിയുടെ അമ്മയായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടാവുക. രണ്ടാമത്തെ നോക്കൂ, സ്വാശ്രയത്വവും ലജ്ജയും. സ്വാശ്രയത്വം വേഴ്സസ് ലജ്ജ ആൻഡ് സംശയം, അതായത് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ഏജ് പറ. 1.5 മുതൽ 3 വയസ്സ് വരെയാണ് അല്ലേ. കുട്ടിക്ക് ഭയങ്കര ഒരു മനഃശക്തി അല്ലെങ്കിൽ വിൽ, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കുട്ടി എന്ത് ചെയ്യും? ഈ ഘട്ടത്തിൽ തുടങ്ങും. ആരാണ് ബന്ധം ഉണ്ടാവുക? രക്ഷിതാക്കളോട് ആയിട്ടായിരിക്കില്ലേ, അച്ഛൻ അമ്മ, അച്ഛൻ അമ്മ, വീട്ടിലെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടായിരിക്കും കുട്ടിക്ക് ഈ ഘട്ടത്തിൽ ബന്ധം ഉണ്ടാവും. ഇനി നോക്കൂ, മൂന്നാമത്താണ് മുൻകൈയെടുക്കൽ വേഴ്സസ് കുറ്റബോധം, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. ഏജ് നോക്കൂ, 3 to 6 ഇയേഴ്സ് ആണ് അല്ലേ. ഏർലി ചൈൽഡ്ഹുഡ് പീരീഡ് ആണ് അല്ലേ. ഉദ്ദേശം അല്ലെങ്കിൽ ഒരു പർപ്പസ്, കുട്ടി എന്ത് കാര്യം, ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം, ഒരു പുതിയ കാര്യം ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ്, ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെ ആയിരിക്കും കുട്ടി പോവുക. ആരായിരിക്കും ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടാവുക? കുട്ടിയുടെ കുടുംബത്തിലുള്ള ആൾക്കാരായിരിക്കും അല്ലേ. ഇപ്പം അച്ഛൻ, അമ്മ, അച്ഛൻ്റെ ജ്യേഷ്ഠന്മാർ, അല്ലെ അമ്മേൻ്റെ ജ്യേഷ്ഠന്മാര്, അച്ഛൻ്റെ അനിയത്തിമാർ, അമ്മേൻ്റെ, അങ്ങനെ ഒരു കുട്ടിയുടെ കുടുംബം എന്നുള്ള കൺസെപ്റ്റ് എന്ത് ചെയ്യും? അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി എന്നതിലപ്പുറം കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അടുത്ത നോക്കൂ, അധ്വാനം വേഴ്സസ് അപകർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഒരു 6 മുതൽ 12 വയസ്സ് വരെ ഈ ഒരു ഘട്ടത്തിൽ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് അല്ലേ. സ്വയം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കാര്യങ്ങൾ അങ്ങ് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഈ ഒരു ആൾക്ക് വേണ്ട എന്താ? കാര്യക്ഷമത അല്ലെങ്കിൽ കോമ്പീറ്റൻസി ആണ്. ഈ ഒരു സംഭവത്തിൽ കുട്ടി ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടാവുക ആരുമായിട്ടായിരിക്കും? തൻ്റെ സ്കൂളും അതുപോലെ തന്നെ അയൽവാസികളുമായിട്ടായിരിക്കും കുട്ടിക്ക് ഇത് ഉണ്ടാവുക അല്ലെ. 6 to 12 വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്യും? സ്കൂളിലുള്ള സഹപാഠികളോടും അധ്യാപികമാരോടും, ഇനിയിപ്പോൾ അനധ്യാപക അവിടെ വർക്ക് ചെയ്യുന്ന ഓഫീസ് സ്റ്റാഫ്സുകാരോടും വീടിൻ്റെ അടുത്തുള്ള അയൽവാസികളോടൊക്കെ നമ്മൾ ബന്ധം പുലർത്തുക ഈ ഒരു കാലഘട്ടത്തിലായിരിക്കും. ഇനി 5ാമത്തതാണ് വ്യക്തിത്വ സ്ഥാപനം വേഴ്സസ് വ്യക്തിത്വ സ്ഥാപന പ്രതിസന്ധി. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി ക്രൈസിസ്. നമ്മുടെ അഡോളസെന്റ് പീരീഡ് അല്ലേ, 12 മുതൽ 18 വയസ്സ് വരെ. നോക്കൂ, ഇവിടെ കുട്ടിയിൽ ഉണ്ടാവുന്ന ഗുണം എന്താ? ഫിഡലിറ്റി അഥവാ യഥാതഥ്യം എന്നൊരു സംഭവമാണ് കുട്ടിയിൽ ഉണ്ടാവുക. ഇനി ബന്ധങ്ങൾ എന്തൊക്കെയായിരിക്കും? സമസംഘം മോഡൽ. സമസംഘം എന്ന് വെച്ചാൽ തൻ്റെ സമപ്രായക്കാരുമായിട്ട് പിന്നെ ഒരു റോൾ മോഡൽ ഉണ്ടാവില്ലേ. എനിക്ക് വലുതാകുമ്പം ഇവരെ പോലെ ആവണം, നമ്മൾ ആ ഒരു ഏജിലല്ലേ ഇങ്ങനെ കണ്ടുപിടിക്കുക. അവർ ചെയ്യുന്നതൊക്കെ നമ്മൾ കോപ്പി ചെയ്യാനും നല്ല കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യാനും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കാറില്ലേ. പിന്നെയോ 6ാമത്തതാണ് ഗാഢബന്ധം വേഴ്സസ് ഒറ്റപ്പെടൽ. ഇംഗ്ലീഷിൽ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഒരു 18 മുതൽ 35 വയസ്സ് വരെയാണ് ഇതിൻ്റെ പീരീഡ് വരുന്നത്. അവിടെ ഉണ്ടാകുന്ന ഗുണം എന്താ? സ്നേഹം അല്ലെങ്കിൽ ലവ് ആണ് അവിടെ പ്രത്യക്ഷമാവുന്ന ഒരു ഗുണം. ഇനി ആരായിരിക്കും നമുക്ക് ബന്ധം ആരോടെ ആയിരിക്കും? നമ്മുടെ കൂട്ടുകാർ, ഫ്രണ്ട്സിനോടും പാർട്ട്ണർ അഥവാ ഇണയോടുമായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ഘട്ടത്തിൽ ബന്ധം ഉണ്ടാവുക. ഇനി 7ാമത്തതാണ് ഉൽപാദനക്ഷമത വേഴ്സസ് നിശ്ചലത. ഒരു 35 മുതൽ 60 വയസ്സ് വരെ അല്ലേ. ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ഇംഗ്ലീഷിൽ എന്ത് പറയും? ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്ന് പറയും. എന്താണ് ഇവിടെ വരിക? ഒരു കെയർ അല്ലെങ്കിൽ കരുതലാണ് വരിക. അപ്പോൾ ഗുണം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഓവർകം ചെയ്തൊരു വ്യക്തിയിൽ ഒരു കെയർ അല്ലെങ്കിൽ ഒരു കരുതൽ വരും. ആരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടാവുക? കുടുംബത്തിലുള്ളവരുമായിട്ടും ജോലി സ്ഥലത്തുള്ളവരുമായിട്ടായിരിക്കും ഈ പീരീഡിൽ നമുക്ക് എന്ത് വരിക? ബന്ധം
വരിക. ഇനി അവസാനത്തെ 8ാമത്തെ ഘട്ടമാണ് അഹമാർജവം, നിരാശ. എന്ന് വെച്ചാൽ ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ. നോക്കൂ, 60 വയസ്സ് എബോ ആണ് അല്ലേ? 60 വയസ്സ് മുതൽ നമ്മുടെ മരണം വരെ ആ വ്യക്തിയിൽ എന്ത് വരും? വിവേകം അഥവാ വിസ്ഡം വരും ഇല്ലേ? പ്രായമുള്ള ആൾക്കാരിൽ നമ്മൾ കാണുന്നല്ലേ, അവർക്ക് ഭയങ്കര വിസ്ഡമായിരിക്കും, ഒരു വിവേകം ഉണ്ടാവും. ആരുമായിട്ടായിരിക്കും ഇവർക്ക് ബന്ധം ഉണ്ടാവുക? ഇവര് ഇപ്പം നമ്മുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, അതിൽ നിന്ന് മാറി നമ്മുടെ സ്കൂളിലുള്ള ആൾക്കാർ, നമ്മുടെ നൈബേഴ്സ്, അതിൽ നിന്നും നമ്മുടെ റോൾ മോഡൽ, നമ്മുടെ സെയിം ഏജുള്ള ഫ്രണ്ട്സ്, അതിൽ നിന്നും നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ്, നമ്മളെ ബെസ്റ്റ് പാർട്ട്ണർ അതിലെത്തി. പിന്നെയോ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റ് കുടുംബാംഗങ്ങൾ, അതിൽ നിന്നോ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതിൽ നിന്നും ഇതിൽ ഇങ്ങനെ ബന്ധങ്ങൾ വലുതായി വരിക. ഒരു 60 വയസ്സെത്തിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടാവുക മനുഷ്യർ, അതായത് ഹ്യൂമൻ ബീയിങ്സ് എന്ന ആ ഒരു വലിയ എന്താ പറയുക, ഹ്യൂമൻ ബീയിങ്സിനോടായിരിക്കും ആ വ്യക്തിക്ക് ബന്ധം ഉണ്ടാവുക. അപ്പം എത്രമാത്രം വിശുദ്ധമാണ് ഈ ഒരു ഏജിൽ നമുക്ക് ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാവും ഇല്ലേ? നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു ഏജ്. അപ്പം ഇത്രയുമാണ് എറിക് എറിക്സൺ നമ്മുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സാമൂഹിക വികാസം, ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ 8 എന്ത് ചെയ്തു സ്റ്റേജുകളായിട്ട്, ഐഡൻറ്റിറ്റി ക്രൈസിസുകളായിട്ട് അദ്ദേഹം തരംതിരിച്ചു. ഓരോന്നും നമ്മൾ പോസിറ്റീവായിട്ട് ഓവർകം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അക്വയർ ചെയ്യുന്ന, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് ആ ഗുണങ്ങൾ നമ്മളെ മുന്നോട്ടുള്ള ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്നും എങ്ങനെയാണ് നമ്മളെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ബിഹേവിയർ അതിനനുസരിച്ച് മോൾഡ് ചെയ്യപ്പെടുന്നത്, പാകപ്പെടുത്തി വരുന്നതെന്നും. എന്നാൽ മറിച്ചാണ് നമുക്കിതൊന്നും ഓവർകം ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഏതൊക്കെയോ സ്റ്റേജസിൽ നമുക്ക് പോസിറ്റീവായിട്ട് ഓവർകം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പിൽക്കാല ജീവിതത്തെ അത് ബാധിക്കുന്നതെന്നും നമ്മളിൽ എങ്ങനെയാണ് ഇപ്പം സ്വഭാവ വൈകല്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് കാര്യങ്ങളിലേക്കോ പോകുന്നതെന്നും എറിക് എറിക്സൺ എന്ത് ചെയ്തു, ഇവിടെ ഡിസ്കസ് ചെയ്തു. 8 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കൂ. വിശ്വാസം വേഴ്സസ് അവിശ്വാസം, സ്വാശ്രയത്വം വേഴ്സസ് ലജ്ജയും സംശയവും, മുൻകൈ എടുക്കൽ വേഴ്സസ് കുറ്റബോധം, അധ്വാനം വേഴ്സസ് അപകർഷത, വ്യക്തിത്വ സ്ഥാപനം വേഴ്സസ് വ്യക്തിത്വ സ്ഥാപന പ്രതിസന്ധി, ഗാഠബന്ധം വേഴ്സസ് ഒറ്റപ്പെടൽ, ഉൽപാദനക്ഷമത വേഴ്സസ് നിശ്ചലത, അഹമാർജവം വേഴ്സസ് നിരാശ. അപ്പം ഇത്രയും 8 ഘട്ടങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നെടുത്തത് സാമൂഹിക വികാസം അഥവാ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. പ്രധാനപ്പെട്ട സൈക്കോളജിസ്റ്റിനെ ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ ഒടുവിൽ എറിക് എറിക്സണെയും അദ്ദേഹത്തിൻ്റെ 8 സ്റ്റേജസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോന്നിൽ വരുന്ന സ്പെഷ്യാലിറ്റീസും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും എടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം താങ്ക് യു.